എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ എത്ര പേര് ലൈവ് കണ്ടു എന്നറിയില്ല. ലൈവിൽ ഈ കണ്ടസ്റ്റൻസ് അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു സെഷൻ ഉണ്ടല്ലോ, ആ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ. ഫസ്റ്റ് സ്റ്റോറി പറയാൻ വന്നത് അനുമോളാണ്, രണ്ടാമത് നൂറയാണ്. നൂറയുടെ ചൈൽഡ്ഹുഡിൽ നൂറ അനുഭവിച്ചിട്ടുള്ള ട്രോമ, സീരിയസ്ലി നിസ്സാര വിഷയമല്ലാതെ, അതിനെക്കുറിച്ച് നൂറ പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. എന്താണെന്നുള്ള കാര്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പ്ലേ ചെയ്യാം. ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. നോക്കൂ, ഞാൻ സത്യം പറയാലോ, നമ്മൾ ഈ പണ്ടൊക്കെ ഇവരുടെ ഇഷ്യൂ വരുന്ന സമയത്ത്, എനിക്ക് ആ സമയത്തൊന്നും യൂട്യൂബ് ചാനലില്ല, പക്ഷെ ആ സമയത്തൊക്കെ പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇവരുടെ വീഡിയോസ് എടുത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇവരുടെ ലൈഫിലൊക്കെ അത്രയും അഭിപ്രായം ഇൻ ദ സെൻസ് അവരുടെ ലൈഫ് അവർ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം, അതായത് ഞാൻ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ തുടങ്ങിയതിന് ശേഷം അതിലെ നോറൻ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു സംഭവമാണ് അവരുടെ ലൈഫ്. ഞാനത് കൂട്ടിക്കുഴച്ച് പറയല്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പറയാൻ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അവരുടെ ലൈഫിൽ ഞാൻ അന്ന് ഈ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, എന്തെങ്കിലുമൊക്കെ അവർ ബൈ ബർത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരിക, അവർക്കൊരു ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നാതിരിക്കുക, അല്ലെങ്കിലും അവരുടെ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമ, ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കി അറിയാം, എന്തെങ്കിലും ചൈൽഡ്ഹുഡിൽ ട്രോമ, എന്തെങ്കിലും സംഭവം ഇവർക്ക് ഇല്ലാതിരിക്കില്ല എന്നൊരു സംഗതി ഞാൻ ജസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിൽ സംഭവിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് നൂറ പറഞ്ഞിട്ടുള്ള സംഭവമാണ്, ചെറുപ്പത്തിൽ അവർ സൗദിയിലായിരുന്നു, വളരെ ക്ലോസ് ആയിട്ടായിരുന്നു ഫാമിലി മെമ്പേഴ്സിനായിട്ട്. സ്വാഭാവികമായിട്ടും ഞാൻ 15 വർഷം GCCയിൽ നിന്നാണ്, പക്ഷെ നമ്മൾ ദുബായിലായിരുന്നു. അന്നത്തെ കാലത്ത് സൗദിയിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ സമയത്ത് എത്രത്തോളം ഫ്രീഡം ഉണ്ടായിരിക്കും. ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് ചൈൽഡ്ഹുഡ് കടന്നു പോകുക അല്ലേ. പക്ഷെ സൗദിയിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഞാൻ വർക്ക് ചെയ്ത ഓഫീസിലും അതെ സൗദിയിൽ പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ വന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടാണ്, എത്രത്തോളം സോഷ്യൽ ലൈഫ് കട്ടായിട്ടാണ് അവരവിടെ വളരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഫോർഗെറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവരുടെ ലൈഫ് പറഞ്ഞ സമയത്ത് നൂറ പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷനാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ആ കംപ്ലീറ്റ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ പാർട്ട്ണറിനോടും എൻ്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 8th 9th ആ ഒരു ടൈമിൽ, എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു. ആ ഒരു ടൈമിൽ എന്താ പറയുക, നമ്മൾ പാവാടയും എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു വിവരം അവരുടെ വീട്ടുകാരറിയാം. സൗദിയിൽ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സിസ്റ്ററുടെയൊക്കെ കൂടെ വളർന്നിരുന്ന സമയത്ത് ഈ പെൺകുട്ടി ഈ തരത്തിലുള്ള ഒരു ട്രോമയിലൂടെ കടന്നുപോയി എന്നുള്ളത് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും ആ പേരൻസ് അറിയുക കേട്ടോ. ഇത്രയും കാലം അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ടും എന്താ പറയുക, നമ്മൾ മക്കൾക്ക് 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കേസ്, ഈ കാലം വളരെ മോശമാണ്. അപ്പോൾ എന്തെങ്കിലും അവർക്ക് സംഭവിച്ചാൽ തന്നെ അവർക്കത് തുറന്ന് നമ്മളോട് സംസാരിക്കാനുള്ള, പറയാനുള്ള ആ ഒരു ധൈര്യം, ആ ഒരു ഫ്രീഡം ഓരോ മാതാപിതാക്കളും കൊടുക്കണം. എന്താണ്, പായൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുക. ബുദ്ധിമുട്ടില്ലാത്ത പ്രായമാണല്ലോ. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് പോവുക. അപ്പോൾ എന്താ പറയുക, ഒരാളെ എന്നോട് ചോദിച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ച്. അപ്പൊ ഞാന് കാണിച്ചു തരാം, ഞാൻ വണ്ടിയാണ്, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയാം, ബുദ്ധിയും വിവരമൊന്നും വെക്കാത്തൊരു പ്രായം. അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ചു. എൻ്റെ ഉപ്പൊക്കെ ഒരു കടയാണ്. അപ്പോ ഞാൻ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത്, കാരണം എനിക്ക് അറബി അറിഞ്ഞൂടെ, അയാൾ അറബിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ് ഞാൻ അയാളെ കൂടെ പോയി. അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക്, ടെറസിമിലേക്ക്. അപ്പോൾ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അയാളെൻ്റെ കഴുത്തിൽ അത് വെച്ചു. അയാള് എന്തൊക്കെയോ ഫൈൻ. 2 വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എൻ്റെ ചൈൽഡ്ഹുഡിൽ. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ പാരൻസിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം ഓലെന്ത് വിചാരിക്കും, ഓൽക്ക് വിഷമാവോ പറഞ്ഞാല്, ഇനി ഓലത് കേട്ട പോലെ എന്തായിരിക്കും റിയാക്ട് ചെയ്യുക, എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ, അടിച്ചിടുവോ, എനിക്ക് ഭയങ്കര എന്താ പറയാ, ആരോടും പറയാനും പറ്റുന്നില്ല.
ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. അത് ഭയങ്കര ആയിട്ടുള്ളൊരു സമയമായിരുന്നു ചെറുപ്പകാലം. നമുക്ക് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചില വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന പേരൻസ് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. ഈ വിവരം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഇവർ ഈ പേരൻസ് റിയാക്ട് ചെയ്യും എന്നുള്ളത് കഷ്ടം. അല്ലാണ്ട് എന്താ പറയല്ലേ, നമ്മൾ ഈ കാലത്ത് ഓരോ പേരൻസും ചെയ്യേണ്ട എന്താ വെച്ചാൽ, നമുക്ക് ഈ ബിഗ് ബോസ് റിലേറ്റഡ് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ ഷോ നിരോധിക്കണം, ഇത് പാടില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ടോക്സിക് ഷോ ആണ്, ശരി തന്നെയാണ്, ടോക്സിസിറ്റി ഒരുപാടുള്ള ഷോ ആണ്. പക്ഷേ ചില മെസ്സേജസ് ഈ ഒരു ഷോന്ന് കിട്ടുന്നുണ്ട്, അതും കൂടി നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒറ്റ കാര്യം ഒരു മെസ്സേജായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പേരൻസിന് കുട്ടികളോട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത് വെച്ചാൽ, എന്ത് കാര്യവും അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തുറന്ന് പറയാനുള്ളൊരു ധൈര്യം അവർക്ക് ഉണ്ടാക്കേണ്ടത് പേരൻസിൻ്റെ ഭാഗത്തു നിന്നാണ്. അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ, കാരണം നമ്മുടെ ഈ ലോകം അത്രയും മോശമാണ്. എന്തെങ്കിലും ഗോഡ് ഫോർബിഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംഭവിച്ചു, എനിക്കിത് പറ്റിപ്പോയി എന്ന്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ഈ ഒരു ലൈംഗിക ചൂഷണം വിഷയം മാത്രമല്ല കേട്ടോ, ഏതൊരു വിഷയത്തിലാണെന്നുണ്ടെങ്കിലും എനിക്കിങ്ങനെ സംഭവിച്ചു, അച്ഛാ എനിക്കിങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അമ്മ എനിക്കിങ്ങനെ സംഭവിച്ചു, ഞാൻ എന്ത് ചെയ്യണം എന്ന് തുറന്നു പറയാനുള്ളൊരു ഒരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പേരൻസാണ്. കാരണം അവർ കുട്ടികളാണ്, അവർക്കറിയില്ല. ഈ പ്രെഡേറ്റേഴ്സ്, അതായത് ഈ കഴുകന്മാരെ അവർക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ധൈര്യം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു എന്നറിയില്ല. ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എപ്പിസോഡിൽ എത്ര കാണിക്കും എന്നുള്ളത് അറിയില്ല. ദിസ് ഹാസ് ടു ബി ഷോൺ ഡെഫിനറ്റ്ലി. ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഈ നൂറ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫാമിലി റൗണ്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ പേരൻസിൻ്റെ പ്രതികരണം, എന്താണ് അവർ ചിന്തിക്കുക എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. കാരണം വെച്ചാൽ നൂറ സംസാരിച്ച സമയത്ത്, നൂറ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് അവരുടെ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നൂറ അവർക്ക് ഫസ്റ്റ് 2 മിസ്കാരേജ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് നൂറ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പേർഡാണ്, അത്രയും പാമ്പർ ചെയ്ത് വളരെ ശ്രദ്ധിച്ച് ലാളിച്ച് വളർത്തിയതാണ്. അവരെന്നെ പറയുന്നു, നൂറ തന്നെ പറയുന്നുണ്ട്, താഴ്ത്ത് വെച്ചാൽ ആ ഒരു കണ്ടീഷനിൽ വളർത്തിയിട്ടുള്ള പെൺകുട്ടിയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ ഉപ്പാനായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടും അപ്പന്മാരോടും ഒന്നും കൂടി കൂടുതൽ ക്ലോസ് ആവും. അപ്പോൾ അതുപോലെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് എന്നും നൂറ പറയുന്നുണ്ട്. പക്ഷേ അറ്റ് ദി സെയിം ടൈം നൂറ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി കേട്ടവർക്ക് അറിയാം, പറയുന്നുണ്ട്, എനിക്ക് അത്ര എങ്ങനെ ഉപ്പ ബിസിനസ്സിൻ്റെയും ജോലിയുടെയും കാര്യങ്ങളും ടെൻഷൻസ് കാരണം അധികം സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു എന്നുള്ളതും കൂടി നൂറ ഈ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട്. ഇത് ഇപ്പോൾ ജസ്റ്റ് ലൈവിൽ നടന്നൊരു കാര്യമാണ്, ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഒരു ലൈവ് അപ്ഡേറ്റ് ആയിട്ട്. ബാക്കി പിന്നെ അനുമോളുടെ ലൈഫ് സ്റ്റോറി ഉണ്ടായി. അനുമോൾ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് അനുമോളുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് അനുമോൾ കരയും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ വളരെ ബോൾഡായിട്ട് സംസാരിച്ച് പോകുന്ന ഒരു അനുമോളെയാണ് നമ്മളിപ്പോൾ ഈ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ലൈവിൽ നടന്നിട്ടുള്ള അപ്ഡേറ്റ്. എന്താണ് ഇത് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.